ദിവസമായി ഞാൻ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോൾ റിപ്ലൈ കിട്ടണം. എനിക്കൊരു പണിയൊന്നുമില്ലെന്ന് എൻ്റെ വിചാരം. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ പിന്നിൽ നടക്കാൻ. നിങ്ങൾ മുന്നിൽ കയറി നടക്കൂ മിസ്റ്റർ. നീ ഇതെങ്ങോട്ടാടാ? ഞാനിതേ വരണേ. നീ അവളെ വിളിക്കും, ഞാൻ ഇവളെ വിളിക്കാം. എന്തൊക്കെ പറഞ്ഞത്? എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. നീ എത്ര കാശ് പിടിച്ചിട്ടും കാര്യമില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ച് നീ എത്ര പെട്ടെന്ന് നാട്ടിൽ കയറണം. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നട്ട് മതി പഠിത്തമൊക്കെ. നീ ഇങ്ങനെ വേലയും കൂലില്ലാണ്ട് നടന്നോ? എത്ര വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു? ഇതൊരു കല്യാണാലോചന വന്നു തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയണം എനിക്ക് വേലയും കൂലില്ലാത്തടത്തിന് ഇഷ്ടമാണെന്ന്. അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് വേണ്ടി വന്നു. അമ്മ ക്ഷമിക്കെങ്കിൽ ഞാനതെന്താന്ന് പറയാം. എനിക്ക് നിന്റെ വിശ്വാസം വളരെയധികം കൂടുതലായതുകൊണ്ട് നീ കാര്യം പറ. എന്നിട്ടായിരിക്കാം നമുക്ക് ക്ഷമിക്കണോ വേണ്ടെന്നൊക്കെ. ഏടാ എൻ്റെ കല്യാണം ഉറപ്പിച്ചടാ. മറ്റേ പെണ്ണാടാൻ പോകുന്ന കാര്യം ഉണ്ടെന്നല്ലേ. ഞാൻ അവിടെ ചെന്ന് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച്. ഗോളടിച്ചല്ലോ. അപ്പൊ നീ ഓളെ ചതിച്ചില്ലടാ. നീ ഒരു തോൽപ്പിച്ചിരുന്നടാ വഞ്ചക. ഇതൊക്കെ എപ്പോ? ഒരു 2-3 മണിക്കൂർ മുന്നേ. അത്രയൂടാ. കാളവാല് പൊക്കിയത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉടായ്പുണ്ടെന്ന്. നിങ്ങളെപ്പോ അമ്മ കാളനെ വാങ്ങിച്ച്? ഫസ്റ്റ് ക്ഷണം അണക്ക്. എടാ അലവലാതി ഒരു വാക്കണക്ക് പറയാറുണ്ടടാ. ഇത് വല്ലാത്ത ട്വിസ്റ്റായി പോയി. ആ ടൈമിൽ ഞാനും ഞെട്ടി. ഇപ്പതേ നീ ഞെട്ടി. എല്ലാം വിധിയാണ് മോനെ, വിധി.